ചക്കരകളെ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും സേഫായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. അപ്പോൾ നമ്മളും സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ രാവിലത്തെ ഭക്ഷണം കഴിക്കൽ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അതിന് ശേഷമുള്ള കുറച്ച് വീഡിയോസാണ് ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ സിറ്റിയൊക്കെ ഒന്ന് നമ്മൾ വൃത്തിയാക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വാക്വം ക്ലീനർ വെച്ചിട്ട് വൃത്തിയാക്കുമ്പോൾ നല്ലപോലെ തന്നെ വൃത്തിയായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അത് നിറയെ പൊടിയൊക്കെ അങ്ങനെ ഉണ്ടാവും, നമുക്ക് കാണാൻ പറ്റാത്ത പൊടികളൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതൊക്കെ ഇതുകൊണ്ട് നമുക്ക് വൃത്തിയാക്കി എടുക്കുക. അപ്പോൾ ഇതുകൊണ്ട് വൃത്തിയാക്കുമ്പോൾ തന്നെ മുക്കാൽ ഭാഗവും നന്നായിട്ട് നമുക്ക് വൃത്തിയായി കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് വൃത്തിയാക്കി എടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ക്ലീനിങ് പരിപാടിയൊക്കെ കഴിഞ്ഞു പറഞ്ഞാലും പിന്നെയും എത്ര ക്ലീൻ ചെയ്താലും എത്ര ചെയ്താലും കാണാത്തതും തീരാത്തതും ആയിട്ടുള്ള പണിയാണല്ലേ നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ. അപ്പോൾ നമ്മളിപ്പോൾ ക്ലീനിങ് പരിപാടി ഒന്നുമില്ല വിചാരിച്ചാലും ഓരോ ദിവസം കൂടുന്തോറും എന്തെങ്കിലുമൊക്കെ ക്ലീനിങ് നമുക്ക് ഉണ്ടായിക്കൊണ്ടേ ഇരിക്കുന്നുണ്ടാകും. അങ്ങനെ നമ്മുടെ സെറ്റിയൊക്കെ നല്ലപോലെ ക്ലീൻ ചെയ്തെടുത്തു. എല്ലാം എടുത്തു മാറ്റി ഇതുപോലെ തന്നെ നമ്മൾ ക്ലിയർ ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുപോലെ ദിവാൻ്റെ അതും നമ്മൾ ഇതുപോലെ ക്ലിയറാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. നല്ലപോലെ തന്നെ പൊടി പോകുന്നുണ്ട് കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഇതൊരു ഉപകാരമായിട്ടുള്ള ഒരു സാധനം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം വാങ്ങിയപ്പോൾ ഇത് യൂസ് ചെയ്യാൻ എനിക്ക് ഇത്തിരി മടിയായിരുന്നു. ഇപ്പം നോക്കുമ്പോണ്ട് എല്ലാത്തിലും പൊടിയും അഴുക്കും എല്ലാം പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവർ ഏട്ടനും അശ്വിനും കൂടിയാണ് ഇതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യുന്നത്. പിന്നെ അതിന് ശേഷം ഞാൻ വന്നിട്ട് ഇന്നേക്ക് ഉച്ചക്കലേക്ക് ചോറാണ് കേട്ടോ നമ്മൾ വെക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ വെള്ളം അടുപ്പി വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഉച്ചക്കലേക്ക് ഉണ്ടാക്കാൻ പോകുന്ന കറി പറഞ്ഞാൽ നമ്മുടെ മട്ടൻ കറിയാണ് കേട്ടോ. അപ്പോൾ അതിങ്ങനെ നമ്മുടെ അവിടെയൊക്കെ തേക്കിൻ്റെ ഇലയിലാണ് കേട്ടോ നമുക്കിങ്ങനെ പൊതിഞ്ഞ് തരാറുള്ളത്. പഴയ കാലത്താണല്ലേ ഈ തേക്കിൻ്റെ ഇലയിൽ ചേമ്പിൻ്റെ ഇലയിലൊക്കെ ഇറച്ചിയും മീനൊക്കെ പൊതിഞ്ഞ് തരാറുള്ളത്. പക്ഷെ നമ്മുടെ ഇവിടെ മട്ടൻ വാങ്ങുമ്പോൾ ഇപ്പോഴും അവരിങ്ങനെയാണ് കേട്ടോ തരാറുള്ളത്. അപൂർവമായിട്ട് മാത്രമേ കവറിൽ നമുക്കിത് കിട്ടാറുള്ളൂ. ഇതിങ്ങനെ ഇലയിൽ കാണുമ്പോൾ തന്നെ നല്ലൊരു ഭംഗിയാണ് കേട്ടോ. അപ്പം ഞാനത് കൊണ്ടുവന്നതിന് ശേഷം അതൊന്ന് ഓപ്പൺ ചെയ്തെടുക്കുന്നുണ്ട്. നോക്കുമ്പോൾ നല്ല മട്ടൻ തന്നെ കേട്ടോ, അധികം എല്ലൊന്നുമില്ല, നല്ല ഇറച്ചിയൊക്കെ ആയിട്ട് അത്യാവശ്യം കുഴപ്പമൊന്നുമില്ലാത്ത കട്ടിങ്ങും കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ. പിന്നെ ഞാനതൊക്കെ ഒന്ന് നല്ലപോലെ തന്നെ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടില്ല, ഉപ്പൊക്കെ ഇട്ട് നല്ലോണം കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഈ സമയം കൊണ്ട് തന്നെ നമ്മുടെ അരിയൊക്കെ തിളച്ച് നല്ലപോലെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ഞാൻ ഇറക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിന് ശേഷം നമ്മൾ കുറച്ചായിട്ടോ കുരുമുളക് പൊടി പൊടിക്കണമെന്ന് വിചാരിക്കണം. അപ്പോൾ ഇന്ന് കുറച്ച് കുരുമുളക് പൊടി ആദ്യം തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട്. അതൊക്കെ റെഡിയാക്കിയതിന് ശേഷം നമുക്കിനി നമ്മുടെ മട്ടൻ ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. നല്ലപോലെ കഴുകിയിട്ട് വന്നിട്ടുള്ള നമ്മുടെ മട്ടൻ കുക്കറിലേക്ക് ചേർത്ത് കൊടുത്തു. അതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു, 1 സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തു, 1/2 സ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുത്തു, 3 പച്ചമുളക് ചേർത്ത് കൊടുത്തു, ഒരു ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചത്, ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് നന്നായി തന്നെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ 1/2 ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ഒന്ന് വേവിക്കാൻ വെക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഇന്ന് മട്ടൻ വെച്ചിട്ടുള്ള ഉലർത്താണ് ചെയ്യുന്നത്. ഈ ഉലർത്തിന് മുളക് പൊടിയുടെ ആവശ്യമില്ല കേട്ടോ. പക്ഷേ എനിക്ക് മുളക് പൊടി ചേർക്കാത്ത കാരണം ഒരു ബുദ്ധിമുട്ട് തോന്നിയത് കൊണ്ട് മാത്രമാണ് ഞാൻ അതിൽ കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുത്തിരിക്കുന്നത്. മുളക് പൊടി ചേർക്കാണ്ടാണ് കേട്ടോ നമ്മുടെ ഉലർത്ത് നമ്മൾ ഉണ്ടാക്കാറുള്ളത്. അങ്ങനെ നമ്മളതെല്ലാം കുക്കറിലേക്ക് ചേർത്ത് കൊടുത്ത് അടുപ്പി വെച്ചിട്ട് ഒരു 4-5 വിസിൽ അടുപ്പിച്ചെടുക്കുന്നുണ്ട്. ഈ സമയം കൊണ്ട് കറണ്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. കറണ്ട് പോയാൽ വീണ്ടും കത്തുന്ന അതുപോലത്തെ ബൾബ് നമ്മൾ വാങ്ങിക്കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുള്ളത് കൊണ്ട് കുറച്ച് വെളിച്ചമൊക്കെ നമ്മുടെ അടുക്കളയിലുണ്ട് കേട്ടോ. അങ്ങനെ അതവിടെ വേവുന്ന നേരം കൊണ്ട് അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തെടുക്കുകയാണ്. ഈ സമയം കേട്ടോ നമ്മുടെ അശ്വിനും അക്ഷയും എല്ലാവരും കൂടെ പോയിട്ട് കടയ്ക്ക് പോയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ബിങ്കോ പോലത്തെ എന്തൊരു സാധനം വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് നമ്മുടെ പൈക്കോന് കഴിക്കാൻ കൊടുക്കുകയാണ്. എപ്പോഴും ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും നമ്മൾ വാങ്ങിക്കൊടുക്കാറില്ല കേട്ടോ. എപ്പോഴെങ്കിലുമാണ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കൊടുക്കാറുള്ളത്. നമ്മളിങ്ങനെ സൗണ്ട് ഓവർ കൊടുക്കുന്ന സമയത്ത് ഇടയിൽ കുറച്ച് സൗണ്ടൊക്കെ ഉണ്ടാവും കേട്ടോ. അത് നമ്മുടെ റൗലി ബോള് കളിക്കുന്നതിൻ്റെ സൗണ്ടാണ് കേട്ടോ. അവൾ ബോൾ കിട്ടി എങ്ങനെ കുട്ടികളെ പോലെ തട്ടിക്കൊണ്ട് കളിക്കും. ഇത് നമ്മുടെ അതൊന്ന് കിട്ടിയതാണ് കേട്ടോ, ബിങ്കോ പോലത്തെ സാധനത്തിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഒരു കളിപ്പാട്ടമാണ്. പിന്നെ ഈ സമയം കൊണ്ട് ഞാൻ രസമൊക്കെ ഒന്ന് വെച്ചെടുത്തു. അതിലാവശ്യത്തിന് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്ത് മാറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ
നമ്മൾ മട്ടൻ വേവിച്ചെടുത്തിട്ടുണ്ട്. ഒരു 4-5 വിസിലടിച്ചപ്പോൾ നോക്കിയപ്പോൾ നമ്മുടെ മട്ടൻ വേവ് കുറവാണ് കേട്ടോ. അപ്പോൾ ഞാനത് വേറെ അടുപ്പിലേക്ക് മാറ്റിയതിന് ശേഷം ഒരു 2 വിസിലും കൂടെ അടുപ്പിച്ചെടുക്കുന്നുണ്ട്. നല്ലപോലെ വെന്താലേ നന്നായിരിക്കുള്ളൂ കേട്ടോ. അപ്പോൾ അത് ഞാൻ അടുപ്പിൽ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ആ സമയം കൊണ്ട് തന്നെ നമ്മൾ സമയം ഒട്ടും കളയാതെ ബാക്കിയുള്ള ജോലികൾ ചെയ്തെടുക്കാൻ പറഞ്ഞിട്ടാണ്. ആ സമയം കൊണ്ട് വേഗം തന്നെ കുറച്ച് പപ്പടം കാച്ചിയെടുത്തു. അതുപോലെ തന്നെ നമുക്ക് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഒന്ന് കഴുകി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്താ പറയുക, ആ സമയം മട്ടൻ വേവിച്ച് കഴിയില്ല, അത് വേകുന്ന നേരം നമുക്ക് ഫ്രീ ആയിരിക്കണ്ടല്ലോ. ഇതെല്ലാം ഒന്ന് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ പണി വേഗം തീരുമല്ലോ. അപ്പോൾ നമ്മൾ ഉള്ള സമയം വേഗം ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള സമയം നമുക്ക് കുറച്ച് ഫ്രീ ആയി കിട്ടും കേട്ടോ. ഇതെല്ലാം കഴുകി വരുമ്പോഴേക്കും തന്നെ നമ്മുടെ മട്ടൻ വിസിലൊഴിച്ച് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ. ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ചേർത്ത് അതിലേക്ക് നമ്മൾ ഒരു കുഞ്ഞു ബൗൾ നിറയെ ചെറിയുള്ളി കേട്ടോ, അത് ചേർത്ത് കൊടുത്ത് അതിലേക്ക് നമ്മൾ 3-4 വറ്റൽമുളക് കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. നമ്മുടെ മട്ടൻ ഉലർത്തിലേക്ക് നമ്മൾ ചെറിയുള്ളിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ചെറിയുള്ളി ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവാറുള്ളത്. അത് നന്നായി തന്നെ വഴണ്ടി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ വേവിച്ച് മാറ്റി വെച്ചുള്ള നമ്മുടെ മട്ടൻ ആ ചാറോട് കൂടി തന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായി തന്നെ മിക്സ് ചെയ്തെടുത്തിട്ട് ഇതിന് വെള്ളമൊക്കെ വറ്റി കറക്റ്റായിട്ട് വരണം കേട്ടോ. അതുവരെ നമ്മൾ അടുപ്പിൽ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് വറ്റിച്ചെടുക്കുക. അപ്പോൾ നന്നായി തന്നെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് റെഡിയായി വരട്ടെ കേട്ടോ. അത് റെഡിയായി വരുന്ന നേരം കൊണ്ട് തന്നെ ഞാൻ നമ്മുടെ അടുക്കളയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ പറഞ്ഞിട്ടാണ്. എന്താ പറയുക, ഇനിയിപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് വേറെ കുക്കിംഗ് ഒന്നുമില്ല. അപ്പോൾ അത് റെഡിയായി വരാൻ കുറച്ച് സമയം എടുക്കണ്ട. അപ്പോൾ അത് ആ നേരം നമുക്ക് അടുക്കള ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ അതും വൃത്തിയായി കിട്ടും. അപ്പോൾ നമ്മുടെ ഗ്യാസ് അടുപ്പൊക്കെ നമ്മൾ ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കൗണ്ടർ ടോപ്പും നമ്മൾ തുടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഈ മട്ടൻ ചെറിയ തീയിൽ അങ്ങനെ കിടന്ന് വെന്ത് വരണ്ട് വരുമ്പോഴാണ് നമ്മുടെ ഉലർത്ത് നല്ല ടേസ്റ്റായിരിക്കാറുള്ളത് കേട്ടോ. അപ്പം ഞാനത് ഒന്ന് ചെറിയ തീയിലിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ആ നേരം കൊണ്ട് എല്ലാവരുടെയും ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നത് കൂടിയുണ്ട് കേട്ടോ. അങ്ങനെ ആ സമയം കൊണ്ട് തന്നെ നമ്മുടെ മട്ടൻ കറക്റ്റായിട്ട് റെഡിയായി കിട്ടും. നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ മട്ടൻ. നമ്മുടെ രസത്തിൻ്റെ കൂടെയും പപ്പടത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് പൊറോട്ട, ചപ്പാത്തി ഇതിനെല്ലാം ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. കുറച്ച് നേരം കഴിയുമ്പോഴേക്കും തന്നെ നമ്മുടെ മട്ടൻ എണ്ണയൊക്കെ തെളിഞ്ഞ് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. നമ്മൾ നന്നായി തന്നെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് എന്താ പറഞ്ഞാൽ കുരുമുളക് പൊടിയാണ് കേട്ടോ. കുരുമുളക് പൊടിയുടെ എരിവാണ് നമ്മുടെ മട്ടൻ ഉലർത്തിലേക്ക് മുന്നിട്ട് നിൽക്കേണ്ടത്. അതുപോലെ തന്നെ കുറച്ച് തേങ്ങാക്കൊത്ത് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. തേങ്ങാക്കൊത്ത് ചേർക്കാൻ മറക്കരുത് കേട്ടോ. അത് ഈ മട്ടൻ്റെ ഓരോ പീസിൽ കൂടെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ നമ്മുടെ മട്ടനിൽ ഇങ്ങനെ തേങ്ങാക്കൊത്തിട്ടപ്പോൾ നമ്മുടെ അശ്വിനും ഇടണം പറഞ്ഞു. അപ്പോൾ അവനും ഇതുപോലെ കുറച്ച് തേങ്ങാക്കൊത്തൊക്കെ ചേർത്ത് തന്നാണ് കേട്ടോ. പിന്നെ അതെല്ലാം ചേർത്ത് നന്നായി തന്നെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇത് ചെറിയ തീയിൽ വീണ്ടും വെച്ച് നമ്മുടെ മുളകിൻ്റെ എരിവൊക്കെ നല്ലപോലെ നമ്മുടെ എന്താ പറയുക മട്ടനിൽ പിടിച്ച് വരണം കേട്ടോ. അപ്പോൾ മുളക് പൊടി ചേർക്കുമ്പോൾ സൂക്ഷിച്ച് ചേർക്കുക. എന്താ പറയുക, നമ്മൾ കപ്പൽമുളക് ചേർക്കുന്നുണ്ട്, പച്ചമുളക് ചേർക്കുന്നുണ്ട്, കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം നോക്കിയിട്ട് മുളക് പൊടി വേണമെങ്കിൽ ചേർത്താൽ മതി, യാതൊരു നിർബന്ധമില്ല കേട്ടോ. ഞാൻ ചേർത്തു എന്ന് മാത്രം. കുറച്ച് നേരം കഴിയുമ്പോഴത്തേനും നമ്മുടെ മട്ടൻ നല്ലപോലെ എണ്ണയൊക്കെ തെളിഞ്ഞ് അതുപോലെ നമ്മുടെ മട്ടനിലെ എണ്ണയൊക്കെ പിരിഞ്ഞ് കറക്റ്റായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ഡാർക്ക് കളറിലാണ് ഇരിക്കുന്നത്. നമ്മുടെ ഫോണിൽ അത്രയും ഡാർക്ക് കാണുന്നില്ല. അപ്പോൾ നല്ല ഡാർക്ക് കളറായിട്ട് നല്ല വരണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് ശരിക്കും പറയുന്നത് നമ്മുടെ പൊറോട്ടയോടെയും ചപ്പാത്തിയോടെയും കഴിക്കാനൊക്കെ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഞാൻ നന്നായി തന്നെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഗരം മസാല, ചിക്കൻ മസാല, മട്ടൻ മസാല അതൊന്നും ചേർക്കണ്ട കേട്ടോ. പിന്നെ അതുപോലെ തക്കാളി, വലിയ ഉള്ളി ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇങ്ങനെ തന്നെ നല്ല സിമ്പിളായിട്ട് നമുക്ക് മട്ടൻ ഉലർത്ത് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇപ്പം നമ്മുടെ മട്ടൻ ഉലർത്ത് റെഡി ആയിട്ടുണ്ട്. ഞാൻ തീ ഓഫ് ചെയ്തതിന് ശേഷം അടച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിന് ശേഷം നമ്മൾ കുറേ നേരം കഴിഞ്ഞിട്ടാണ് കേട്ടോ ഉണ്ണേണ്ട ടൈം ആയിട്ടുണ്ടായിരുന്ന. ആ സമയം കൊണ്ട് നമ്മൾ ചോറെല്ലാം നിർത്തി വെച്ച് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ നമ്മുടെ മട്ടനൊക്കെ ഒന്ന് ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് നേരം കഴിയുമ്പോൾ നമ്മുടെ മട്ടൻ ഇങ്ങനെയാണ് കേട്ടോ ഇരിക്കാറുള്ളത്. നല്ല ഡാർക്ക് കളറിൽ നല്ല വരണ്ട് വന്നിട്ടുണ്ട്. ഇതിവിടെ നല്ല ഡാർക്കായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ മട്ടൻ. അപ്പോൾ നമ്മുടെ മട്ടൻ രസത്തിൻ്റെ കൂടെ കഴിക്കാൻ പ്രത്യേക സ്വാദാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ, റെസിപ്പികൾ കേട്ടോ. അപ്പോൾ നമ്മളിനി
ഉച്ചക്ക് ഊണ് കഴിക്കാൻ പോവുകയാണ്. സിമ്പിളായിട്ടുള്ള ഒരു ലഞ്ചുമായി കേട്ടോ നമുക്ക് ഇന്നുള്ളത്. അപ്പോൾ നമ്മുടെ അശ്വിനുണ്ട് അവിടെ, ഫോൺ ഓഫ് ചെയ്തിട്ട് വരാൻ പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളും റെസിപ്പികളും. നമ്മുടെ വിശേഷങ്ങളും റെസിപ്പികളും എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ മാക്സിമം എല്ലാ ദിവസവും വീഡിയോ ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ.